ഗുഡ് മോർണിംഗ് ഗായ്സ്. അങ്ങനെ ഇന്നിപ്പോൾ നമ്മൾ 4ാമത്തെ ദിവസമാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റു. നമ്മൾ ഇന്നലെ യാർഡിൽ തന്നെയാണ് കടന്നത്, ഇന്നലെ പറഞ്ഞ പോലെ തന്നെ. അപ്പം നമ്മൾ രാവിലെ ഒരു 1:45 2 മണിയൊക്കെ ആയപ്പോഴത്തെ എണീറ്റു. എന്നിട്ട് നമ്മൾ പോയി നമ്മുടെ കമ്പനിയിൽ തന്നെ നമുക്ക് ഡ്രൈവേഴ്സിൻ്റെ ലോഞ്ചുണ്ട്, ഷവറും കാര്യങ്ങളും എല്ലാം അവിടെ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയി ഫ്രഷായി കുളിച്ചു എല്ലാം ചെയ്തു. നമ്മൾ പോയി പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നു. നമുക്ക് 2 ഡെലിവറി ആണുള്ളത്, ലെക്സിങ്ടൺ കെൻറ്റക്കിയിൽ. അപ്പം ട്രെയിലർ ഓൾറെഡി റെഡിയാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് ട്രെയിലർ ബുക്ക് ചെയ്യണം, എന്നിട്ട് നമ്മൾ വിടണം. അതിൻ്റെ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. കുറച്ച് വെയിറ്റ് അത്യാവശ്യമുണ്ട്, 37 38 അടുത്തങ്ങാണ്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ വെയിറ്റും ചെക്ക് ചെയ്യണം, എന്നിട്ട് വേണം ഇവിടുന്ന് പോകാൻ വേണ്ടി. അപ്പം നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് രാവിലത്തെ ഒരു കോഫി എന്തെങ്കിലുമൊക്കെ മേടിച്ച് പോകുന്ന വഴിക്ക് നമ്മൾ കൊണ്ടുവന്ന് തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവൻ അങ്ങോട്ട് വന്നോളും. നമുക്ക് അവൻ്റെ അടുത്തുനിന്ന് ബ്രേക്ക്ഫാസ്റ്റും മേടിക്കണം. എന്നിട്ട് ഇപ്പം പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇവിടുന്ന് ഒരു 5.25 മണിക്കൂറിൻ്റെ ഡ്രൈവാണ് വരുന്നത്. കുറച്ച് ട്രാഫിക് അടക്കം നോക്കി കഴിഞ്ഞാൽ 6 മണി 6.5 മണിക്കൂറാണ് വരുന്നത്. അപ്പം ഇവിടുന്ന് ഇപ്പം നമ്മളൊരു 3:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4:30 5:30 6:30 7 8:30 9:30 ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തെ മാക്സിമം അവിടെ എത്തും. നമ്മുടെ ആദ്യത്തെ ഡെലിവറി വരുന്നത് 12 തൊട്ട് 1 മണി വരെയാണ്. അപ്പോൾ നേരത്തെ പോയാലും അവരെടുക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ നമ്മൾ അത് പ്ലാൻ ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എന്തായാലും നമുക്ക് ഇൻസ്പെക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വിടാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഫുഡ് ബേസിക്സിൻ്റെ ട്രക്ക് ഇടുന്ന ഒരു സൈഡിൽ വണ്ടി നിർത്തിയിരിക്കുകയാണ്. നമ്മുടെ ഫ്രണ്ട് ഫുഡ് മേടിച്ചുകൊണ്ട് വന്നായിരുന്നു, കാപ്പിയൊക്കെ. ഫുഡല്ല, കാപ്പിയൊക്കെ. അപ്പോൾ ഇപ്പം ഇവിടെ 3 മണി ഉള്ളത് കൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും അവിടെ റെഡി ആയിട്ടില്ല. പിന്നെ അവന് ഒരു 3 മണി ആയപ്പോഴത്തേനും ഇവിടെ ഒരു ഷവർമ കടയുണ്ട്, ഷെൽബീസിൻ്റെ. അത് 3 മണി വരെ ഓപ്പണാണ്. അപ്പോൾ അവന് അവിടെ നിന്ന് ഒരു ഷവർമ റാപ്പ് മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ നമുക്ക് ടിം ഹോട്ടൻസിൽ നിന്ന് ഒരു കാപ്പി മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കണം, എന്നിട്ട് നമുക്ക് ഇവിടുന്ന് നേരെ ബോർഡറിലോട്ട് പോവാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ രാവിലെ വിട്ടു. പിന്നെ ഇരുട്ടായതുകൊണ്ട് പിന്നെ അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മളപ്പോൾ സിൻസിനാട്ടി വന്നപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു, എന്താ ഭാഗ്യത്തിന്. അപ്പോൾ നമ്മൾ സിൻസിനാട്ടി ക്രോസ് ചെയ്തു. അപ്പോൾ നമ്മൾ എപ്പോഴും കിടക്കുന്ന ഒരു ട്രക്ക് ഹവൻ ഉണ്ടായിരുന്നു. അതെന്ന് പറയുമ്പോൾ 75 71 കൂടെ നമ്മൾ സെപ്പറേറ്റ് ആവുന്നൊരു സ്ഥലമുണ്ട്. അപ്പം ആ സെപ്പറേറ്റ് ആവുന്ന സ്ഥലത്ത് നിന്ന് ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്ററിനുള്ളിലാണ് നമ്മൾ എപ്പോഴും കിടക്കുന്ന ട്രക്ക് ഹവൻ വരുന്നത്. അത് 71 ഹൈവേയിൽ. അതേ ആ സെപ്പറേറ്റ് ആവുന്ന ജംഗ്ഷനിൽ നിന്ന് ഒരു 75 തന്നെ നമ്മൾ നേരെ വരുവാണെങ്കിൽ ഒരു 10 കിലോമീറ്ററിനുള്ളിൽ വേറൊരു ട്രക്ക് ഹവനുണ്ട്. അതെന്ന് പറയുമ്പോൾ ഡിറ്റോ നമ്മളെപ്പോഴും കിടക്കുന്ന ട്രക്ക് ഹവൻ പോലെ തന്നെയാണ്. ഡിറ്റോ അതേപോലെ തന്നെയാണ് എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് നിർത്തിയാണ്, ഒന്ന് വാഷ്റൂമിലൊക്കെ പോകാനൊക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും 1/2 മണിക്കൂർ ബ്രേക്കും കൂടെ ഇവിടെ നിന്ന് എടുത്തേക്കാമെന്ന്. അപ്പോൾ നമ്മൾ രാവിലെ മേടിച്ച ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ 1/2 മണിക്കൂർ ബ്രേക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. പോകുന്നതിന് മുമ്പേ ഒന്ന് വണ്ടി മൊത്തത്തിൽ ഇൻസ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ വണ്ടിയെല്ലാം ഞാൻ മൊത്തത്തിൽ ഇൻസ്പെക്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ സീൽ നമ്പറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. അപ്പം ഇത് കമ്പനി സീലാണ്, എന്നുവെച്ചാൽ അവർ കൊടുത്ത സീലല്ല, ഷിപ്പർ കൊടുത്ത സീലല്ല, നമ്മളിട്ട സീലാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമുക്ക് കട്ട് ചെയ്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് അടുത്ത സീലിടാം നമ്മുടെ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഈ ട്രക്ക് ഹവൻ എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമില്ല. നമ്മൾ പഴയ ഇന്നാൾ കണ്ടിട്ടുള്ള ആ ട്രക്ക് ഹവൻ പോലെ തന്നെ അത്രയും നല്ല വലിയ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അതെനിക്ക് തോന്നുന്നു ഇൻസ്പെക്ഷന് വേണ്ടി അവർ മാറ്റി വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു. ആ കളർ മറ്റേ ഇത് ഇട്ടിട്ട് കോൺ വെച്ചിട്ട് തിരിച്ച് വെച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ അധികം വണ്ടികളൊന്നുമില്ല. ഇപ്പോൾ അവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്, ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്, പിന്നെ ഇവിടെ നമ്മുടെ ഒരു വണ്ടി കിടപ്പുണ്ട്. അധികം തിരക്കുമില്ല ഇവിടെ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ഒരു 50 മിനിറ്റ് 51 മിനിറ്റ് എങ്ങാണ്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം പോയി ആദ്യത്തെ ഡെലിവറി ചെയ്യണം. അവിടെ
12 മണിക്കാണ് അപ്പോയിൻമെൻറ്റ് ടൈം പറഞ്ഞിരിക്കുന്നത്. വലിയ പെട്ടെന്ന് എടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അവിടെ നിന്ന് പിന്നെ എനിക്ക് തോന്നുന്ന ഒരു 8 മിനിറ്റോ 9 മിനിറ്റോ അത്രങ്ങാണ്ടേ ഉള്ളൂ നമ്മുടെ രണ്ടാമത്തെ ഡെലിവറി ലൊക്കേഷനിലോട്ട്. ആ രണ്ടാമത്തെ ഡെലിവറി ലൊക്കേഷനിൽ ഞാൻ ഓൾറെഡി പോയിട്ടുള്ള, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. A few moments later. ഹലോ ഗൈസ്, അപ്പം നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെലിവറി ലൊക്കേഷനിലെത്തി. ഇതാണ് നമ്മുടെ ഡെലിവറി ലൊക്കേഷൻ. ഫ്രണ്ട് അവിടെയാണ്, ഇത് ബാക്ക് സൈഡാണ് വരുന്നത്. ഇതിൻ്റെ പുറകോട്ടാണ് ഷിപ്പിംഗ് റിസീവിങ് കാണിക്കുന്നത്. എന്തായാലും അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ നിന്ന് ഫോർവേഡ് ഫ്ലാഷ് ഇട്ട് നിർത്തി നമുക്ക് പേപ്പർ കൊണ്ട് അകത്ത് പോയി നോക്കാം, എന്നിട്ട് അവിടുത്തെ എന്താണ് സിറ്റുവേഷൻ എന്ന്. ഈ വണ്ടി കുറച്ച് ടേൺ ചെയ്തെടുത്തോട്ട് പോകണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടായിരിക്കും. നമുക്ക് നോക്കാം, അത് നമുക്ക് അകത്ത് പോയി നോക്കിയിട്ട് വരാം. ഹലോ ഗായ്സ്, അപ്പം ഞാൻ അകത്ത് പോയി പേപ്പറൊക്കെ കൊടുത്തു. അപ്പോൾ അകത്ത് കുറച്ച് ടൈറ്റാണ് സ്ഥലം. അപ്പോൾ നമ്മളൊന്ന് കഷ്ടപ്പെടും കുറച്ച് അവിടെ നിന്ന് യൂ ടേൺ എടുക്കാൻ, കാരണം എല്ലാ ഭാഗത്തും വണ്ടികൾ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഇനി ഇവിടുന്ന് അകത്തേക്ക് ടേൺ ചെയ്യാനാണെങ്കിലും കുറച്ച് പാടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പുറകോട്ട് പോയിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡ് കൂട്ടി ഒന്ന് എടുക്കാം. അപ്പം അതാണ് ഇനിയിപ്പോൾ ആദ്യത്തെ ഡെലിവറി കുറച്ച് പ്രശ്നമാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഒരുവിധം കഷ്ടപ്പെട്ട് നമ്മൾ വണ്ടി ബാക്ക് ഇട്ടു. അപ്പോൾ ഡോക്കിലിട്ട് അവരോട് അൺലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടപോലെ വീഡിയോയിൽ കണ്ട പോലെ ഭയങ്കര കുറച്ച് പാടായിരുന്നു. കാരണം ഈ ഭാഗത്തെല്ലാം ഇവരുടെ വണ്ടികളാണ്, ഇതുവരെ പാർക്കിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇപ്പം നമ്മൾ ട്രെയിലർ നേരെ ഇട്ടിട്ട് ട്രക്ക് കുറച്ച് ചെരിച്ചാണ് ഇട്ടിരിക്കുന്നത്, കാരണം ഈ ഒരു വാൻ അവിടെ മുമ്പിലുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ പിന്നെ അവരോട് അത് മാറ്റാൻ പറയേണ്ടി വരും. അപ്പം അങ്ങനെ ഡോക്കിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അടുത്ത കോമഡി. നമ്മളോട് കമ്പനിയിൽ നിന്ന് ഓർഡർ തന്നിരിക്കുന്ന ഈ ഡെലിവറി ആദ്യം, അത് കഴിഞ്ഞിട്ട് മറ്റേ രണ്ടാമത്തെ ഡെലിവറിയിൽ നിന്നാണ്. പക്ഷേ ലോഡ് ഇപ്പോൾ അവർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഏറ്റവും പുറകിലുള്ള ലോഡ് ഇപ്പം രണ്ടാമത്തെ ഡെലിവറീൻ്റെയാണ്. പിന്നെ ഇവിടെ ഡെലിവറി ചെയ്യേണ്ടത് ഏറ്റവും മുമ്പിലാണുള്ളത്. ചിലപ്പോൾ ചില ഷിപ്പറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ പറയും വേറെ ഒരാളുടെ ലോഡ് അവർ തൊടിയാന്നൊക്കെ പറയലുണ്ട്. പക്ഷേ ഇയാളെന്തോ ഒരു നല്ല മനുഷ്യനായിരുന്നു കേട്ടോ. പുള്ളിക്കാരൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഞാനത് അൺലോഡ് അതെടുത്ത് പുറത്ത് വെച്ചിട്ട് അവരുടെ അൺലോഡ് ചെയ്തോളാം, നീ ടെൻഷൻ അടിക്കേണ്ടതെന്ന്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇനിയിപ്പം ഈ ലോഡും കൊണ്ട് തിരിച്ച് നമ്മൾ അങ്ങോട്ട് നമ്മുടെ രണ്ടാമത്തെ ഡെലിവറി ലൊക്കേഷനിൽ പോയി അവിടെ ഡെലിവറി ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള ലോഡും കൊണ്ട് ഇങ്ങോട്ട് തിരിച്ചു വരേണ്ട വന്നേനെ. നല്ല മനുഷ്യനായിരുന്നു, നല്ല തമാശയൊക്കെ പറഞ്ഞ് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു അയാൾ. എന്തായാലും ഒരു ഉപകാരം ചെയ്തു. അപ്പോൾ പിന്നെ പുള്ളിക്കാരൻ ആദ്യം അതൊക്കെ എടുത്ത് അൺലോഡ് മീൻസ് സെക്കൻഡ് ഡെലിവറീൻ്റെ ലോഡൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് പുള്ളിക്കാരൻ്റെ അൺലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും നന്നായി. അപ്പോൾ നമുക്കിനി അടുത്ത ഡെലിവറി ലൊക്കേഷൻ ഇവിടുന്ന് ഒരു 8 മിനിറ്റ് ദൂരമേ ഉള്ളൂ. അതും വലിയ ദൂരമില്ല, ഇവിടുന്ന് അടുത്ത് തന്നെയാണ് വരുന്നത്. അപ്പം അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. 2000 years later. ഹലോ ഗായ്സ്,
അപ്പം നമ്മൾ ആദ്യത്തെ ഡെലിവറിയും കഴിഞ്ഞു. രണ്ടാമത്തെ ഡെലിവറി പെട്ടെന്ന് തന്നെ ചെയ്തു. കാരണം നമ്മളോട് കമ്പനിയിൽ നിന്ന് അവർ ഇൻഫോം ചെയ്തായിരുന്നു നമുക്ക് 2 മണിക്കൊരു പിക്കപ്പ് ഉണ്ട്, 2 മണിക്ക് മുമ്പ് അവിടെ എത്തണം, ഇല്ലെങ്കിൽ പിന്നെ നാളെ ഇവിടെ പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് ലീവാണല്ലോ, അതുകൊണ്ട് 2 മണിക്ക് മുമ്പ് എത്തണമെന്ന് നമ്മളോട് പറഞ്ഞു. അപ്പം പെട്ടെന്ന് തന്നെ ഡെലിവറി ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞാൻ ചെടപടയെന്നും പറഞ്ഞ് നമ്മൾ ആദ്യത്തെ ലൊക്കേഷൻ കഴിഞ്ഞ പാട് രണ്ടാമത്തെ ലൊക്കേഷനിൽ പോയി. അവിടെ 2 പാർട്ടി ഉണ്ടായിരുന്നുള്ളൂ. അത് പെട്ടെന്ന് ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. അവിടെ വെച്ച് തന്നെ നമ്മൾ പെട്ടെന്ന് ട്രെയിലർ ക്ലീനാക്കി നമ്മളൊരു 12:45 ആവാനായപ്പോഴേ തന്നെ നമ്മൾ അവിടെ നിന്ന് അടിച്ചും മുട്ടിങ്ങ് പോന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു 3/4 മണിക്കൂർ അല്ല, ഒരു 35 മിനിറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ പിക്കപ്പ് ലൊക്കേഷനിലോട്ട്. പാരീസ് കെൻഡക്കി എന്ന് പറയും, പാരീസ് കെൻഡക്കി. അപ്പം അവിടെയായിരുന്നു പിക്കപ്പ്. അപ്പം നമ്മൾ ഒരു 1:20 ആയപ്പോഴത്തെ ഇവിടെ എത്തി. നമ്മൾ ഷിപ്പറിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഷിപ്പർ ഇരുന്ന ഓഫീസിൻ്റെ സൈഡിൽ കുറച്ച് ഡോക്കുകളുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അവിടെ അയക്കുന്നത്, അത് കുറച്ച് ആംഗിളായിട്ടുള്ള ഡോക്കായിരുന്നു. അവിടെ വേണമെങ്കിൽ പിന്നെയും സുഖമായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ആ ഡോക്കല്ല, പുറകിൽ വേറെ ഡോക്കാണുള്ളത്. അപ്പോൾ അവിടെ തന്നെ പേപ്പർ വർക്കുണ്ട്. അപ്പോൾ ഒരു ഡോക്ക് നമ്പറും പറഞ്ഞു, ആ ഡോക്കിൽ കൊണ്ടുപോയിട്ടോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ വേറെ പുറകോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ തന്നെ ഒരു സുഖമില്ലാത്ത യാർഡ്, ഭയങ്കര കുഴി അതും ഇതൊക്കെ ആയി, തിരിക്കാനും മറിക്കാനും ഒന്നും സ്ഥലമില്ല. അപ്പം ഇതാണ് ആ കമ്പനി, ഇതാണ് വരുന്നത്, വെസ്റ്റേൺ പസഫിക് എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൻ്റെ പുറകിലത്തെ ഡോക്കാണ് ഈ കാണുന്നത്. ഇത് ഇവിടുത്തെ ഒരു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു വലിയ വഴിയെ ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ വരുന്നത് ഇതിൻ്റെ പുറകിൽ കൂടെ ഉള്ള ഒരു വഴി കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പോട്ടാണെങ്കിൽ ഒരു റൂമെന്ന് പറഞ്ഞതില്ല, നമുക്ക് തിരിക്കാനോ മറിക്കാനോ. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് നേരെ ബാക്കിടാൻ വേണ്ടി നോക്കിയിട്ട് അങ്ങ് സ്ട്രെയിറ്റ് ആവുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ഒരുവിധം ട്രെയിലർ സ്ട്രെയിറ്റ് ആക്കി വെച്ചു. എന്നിട്ട് ട്രക്ക് ചെരിച്ചു വെച്ചു. അപ്പോൾ പിന്നെ അവർക്ക് കയറ്റുന്നതിന് കുഴപ്പമുണ്ടാവില്ല, ട്രക്ക് മാത്രമേ ചെരിഞ്ഞിരിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ ലോഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പം ഈ ലോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതാണ് വരുന്നത്, മിസിസാഗയിലുള്ള ആമസോണിലോട്ടാണ് ഈ ലോഡ് പോകുന്നത്. അപ്പം ഇതിൻ്റെ ഡെലിവറി വരുന്നത് 8-ാം തീയതിയാണ്. ഇന്നിപ്പോൾ എത്ര തീയതി? ഇന്ന് 3-ാം തീയതി അല്ലേ ഉള്ളൂ. അപ്പം 4, 5, 6, 7, 8 അടുത്ത തിങ്കളാഴ്ച. അപ്പോൾ പിന്നെ നല്ല സമയമുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് പയ്യെ പോയാൽ മതി. പക്ഷേ ഇന്ന് പിക്ക് ചെയ്യേണ്ട അർജൻറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓൾറെഡി പിക്ക് ചെയ്തു. ഇനിയിപ്പം നമുക്ക് പെട്ടെന്ന് അവർ ലോഡ് ചെയ്ത് കഴിയട്ടെ. എന്നിട്ട് നമുക്ക് ഇന്നിപ്പം ഞാൻ എന്തായാലും സിൻസിനാട്ടി ക്രോസ് ചെയ്യുന്നില്ല. നമ്മൾ എവിടെയെങ്കിലും അടുത്തെവിടെയെങ്കിലും കിടക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുക. നമ്മൾ രാവിലെ എണീറ്റാണ്. പിന്നെ സിൻസിനാട്ടിയിൽ ഓൾറെഡി നല്ല ട്രാഫിക്ക് തുടങ്ങി. ഇപ്പോഴും തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 15 മിനിറ്റ് 18 മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ട്രാഫിക്കാണ് കാണിക്കുന്നത്. വള്ളി അതിൻ്റെ അകത്ത് പോകുന്ന, അതിലും വേറെ ഇതിൻ്റെ ഇപ്പുറത്ത് എവിടെയെങ്കിലും കിടക്കുന്ന. അപ്പോൾ പിന്നെ ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ കുറച്ച് എവിടെയൊക്കെയോ ഫ്ലൈങ് ചെയ്യും അതും ഇതൊക്കെ ട്രക്ക് സ്റ്റോപ്പ് 2-3 എണ്ണം ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ എവിടെയെങ്കിലും പോയി കിടക്കാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഞാനൊന്ന് പുറത്തിറങ്ങിയിട്ട് ഞാൻ ആ വണ്ടി വെച്ചിരിക്കുന്ന പോലെ ഒന്ന് കാണിച്ചു തരാം. അപ്പം ഈ മുമ്പിൽ കാണുന്നതാണ് നമ്മൾ വന്ന ഒരു വഴി. ഇത് ചെറിയൊരു പാർക്കിങ്ങും കൂടിയാണ് അവരുടെ. ഇങ്ങനെയാണ് നമ്മളിപ്പോൾ വണ്ടി ഇട്ടിരിക്കുന്നത്. ട്രെയിലർ നമ്മുടെ ഡോക്കിന് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടാണ്, പക്ഷേ നമ്മുടെ ട്രക്ക് ചെരിച്ചാണ് ഇട്ടിരിക്കുന്നത്. അതാകുമ്പം വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. മാക്സിമം ഞാൻ ശ്രമിച്ചതാണ്. കാരണം നമുക്ക് സ്ട്രെയിറ്റ് ഇടണമെങ്കിൽ മുമ്പോട്ട് അധികം സ്ഥലം വേണം. അപ്പം നമ്മുടെ ലോഡിങ് എല്ലാം പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. അധികം ലോഡില്ല, ആകെ 10,000 LP എങ്ങാണ്ടേ ഉള്ളൂ. മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ റാക്കിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന മെറ്റീരിയൽസാണ്. എന്ന് വെച്ചാൽ റാക്കിംഗ് മെറ്റീരിയൽസ് ഇത് അസംബിൾ ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ റാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ആമസോണിലോട്ടാണ് പോകുന്നത്, മിസ്സാഗയിലുള്ളത്. അധികം ലോഡില്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് വിടാം. ഹലോ ഗൈസ്, അപ്പം നമ്മൾ
ഇന്നത്തെ ഓട്ടം എല്ലാം കഴിഞ്ഞു. ഇന്നിപ്പോൾ നമ്മുടെ 4ാമത്തെ ദിവസമാണ്. നമ്മുടെ ലോഡൊക്കെ പിക്ക് ചെയ്ത് നമ്മൾ തിരിച്ച് ഒരു അരമണിക്കൂർ ഓടി 75 ഹൈവേ കയറിയിട്ട് ലെക്സിങ്ടൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ജോർജ് ടൗണിൻ്റെ അടുത്ത് 2 പൈലറ്റ് ഒറ്റ എക്സിറ്റിൽ വരുന്നുണ്ട്. അപ്പം അതിൽ ഒരു പൈലറ്റിലാണ് കടന്നത്. ഇവിടെ ആകുമ്പോൾ മെഗ്ഡി ഒക്കെ ഉണ്ട്. രാവിലെ വേണമെങ്കിൽ വല്ല ബ്രേക്ക്ഫാസ്റ്റ് വല്ലതും മേടിക്കണമെങ്കിൽ ഇവിടുന്ന് നമുക്ക് മേടിക്കാം. അപ്പം നമ്മൾ ഈ പൈലറ്റിലാണ് നിർത്തിയത്. ഇതിൻ്റെ അപ്പുറത്ത് ഇതിനേക്കാളും കൂടെ കുറച്ചും കൂടെ വലിപ്പമുള്ള പൈലറ്റ് ഉണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് ആ ഓർഡർ ഒന്നും അത് ശരിയല്ല, മീൻസ് പാർക്കിംഗ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടില്ല. ഇതിനു മുമ്പ് പക്ഷേ ഞാൻ ഒരു പ്രാവശ്യം അവിടെ കടന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ ഞാൻ ഇവിടെ വന്നൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് വന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫുള്ള് അലമ്പ് പിടിച്ച സ്ഥലമായിരുന്നു. എന്ന് വെച്ചാൽ ഒരു സുഖമില്ലാത്ത പാർക്കിങ്. നമുക്ക് ഇതേപോലെ കുറച്ച് നല്ല പാർക്കിങ് വരുന്നുണ്ട്. ഇപ്പം ഞാൻ കടക്കുന്ന പോലെ ഈ സൈഡിൽ കൂടെ, ഈ സൈഡിലും ഈ സൈഡ് കുറേ അങ്ങറ്റം വരെ, പക്ഷേ അങ്ങേ അറ്റത്ത് ഒരു 3 എണ്ണവും പിന്നെ അങ്ങ് അവിടെ ആ ഒരു നീല ട്രക്ക് കിടക്കുന്ന അവിടെ അതെല്ലാം റിസർവ്ഡ് പാർക്കിംഗ് ആണ്. പിന്നെ വരുന്ന പാർക്കിംഗ് എല്ലാം എന്ന് പറഞ്ഞാൽ ഇതേപോലെ ആംഗിളായിട്ടുള്ള പാർക്കിംഗ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറ്റാനൊക്കെ നമുക്ക് പാടായിരിക്കും. അതേപോലെ തന്നെ ആംഗിളായിട്ടാണ് മുമ്പിലും വരുന്നത്. പിന്നെ ഞാൻ പിന്നെ ഒരുവിധം കഷ്ടപ്പെട്ട് ഇവിടുന്ന് നേരെ 90 ഇട്ട് ഇങ്ങനെ കയറ്റി. ഇനിയിപ്പം വലിയ കുഴപ്പമില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നാളെ രാവിലെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അറിയാം. കാരണം എന്തായാലും നമ്മുടെ ഇപ്പുറത്തൊരു ചെറിയൊരു ബോക്സ് ട്രക്കുകാരൻ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. കാരണം അവൻ അങ്ങ് നല്ല പുറകിലായിട്ടാണ് കൊണ്ടുപോയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഇവിടുന്ന് റൈറ്റ് സൈഡിലോട്ട് തിരിച്ചെടുത്തിട്ട് നമുക്ക് പാർക്കിംഗ് മൊത്തം കറങ്ങി അടിച്ചിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റുമായിരിക്കും. അപ്പം അങ്ങനെയാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്ലാനൊക്കെ. അപ്പം വലിയ കുഴപ്പമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ വണ്ടി പാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ വണ്ടി ഒന്ന് മൊത്തത്തിൽ ചെക്ക് ചെയ്യണം, എല്ലാം കളത്തിൻ്റെ ഉള്ളിലല്ലേ കിടക്കുന്നതെന്ന്. എന്നിട്ട് നമുക്ക് കടക്കാനുള്ള വഴി നോക്കാം. എന്തായാലും നമ്മളൊരു 3:30 ആയപ്പോൾ നിർത്തിയതാണ്. 1:30 ആകുമ്പോൾ ടൈം റീസെറ്റ് ആവും. എന്തായാലും അത്രയും പെട്ടെന്നൊന്നും ഓടിപ്പോകുന്ന കാര്യമില്ല. കാരണം നാളെ കൊണ്ട് നമ്മുടെ ദിവസവും തീരുവാണ്. പിന്നെ നമുക്കധികം നേരത്തെ പോയിട്ട് വലിയ കാര്യമൊന്നും ഇല്ല താനും. പിന്നെ ഈ ലോഡാണെങ്കിലും നമുക്ക് നല്ല ലേറ്റായിട്ട് കൊണ്ടുപോയാൽ മതി. ഈ ലോഡിൻ്റെ ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8-ാം തീയതിയാണ് വരുന്നത്, അടുത്ത തിങ്കളാഴ്ച. ഇനി ഏകദേശം 4 ദിവസത്തിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അതും വലിയ അർജൻറ്റ് ഇല്ലാത്ത ലോഡാണ്. അപ്പോൾ പിന്നെ നമ്മൾ പയ്യെ ഒരു 4-5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അതാകുമ്പോഴത്തേനും ഇവിടുന്ന് 1 മണിക്കാർ 6 മണി 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് സുഖമായിട്ട് സിൻസിനാറ്റി ക്രോസ് ചെയ്യാൻ പറ്റും. അപ്പം അതാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്ലാൻ. അതാകുമ്പോൾ രാവിലെ എണീറ്റ് ഒന്ന് കുളിക്കുകയും ചെയ്യണം. അപ്പം അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അധികം സമയമുള്ളതുകൊണ്ട് നമുക്ക് ആസ് യൂഷ്വൽ വണ്ടിയെല്ലാം നിർത്തി എന്തെങ്കിലും ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയോ സീരീസ് കാണുമോ സിനിമ കാണുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് ബാക്കി നാളെ രാവിലെ കാണാം. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം നമ്മുടെ 5ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 4:45-5 മണിക്കൂറുണ്ടെന്നാണ് എൻ്റെ ഒരു ഊഹം. അപ്പം നമ്മൾ രാവിലെ ഒരു 1:30 ആയപ്പോൾ ടൈം റീസെറ്റ് ആയതായിരുന്നു. പക്ഷേ നമ്മൾ കുറച്ച് അധികമൊക്കെ കടന്നുറങ്ങി. ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ് എണീറ്റത്. എന്നിട്ട് നമ്മളിപ്പം ഒരു 5 മണി 5:15 ആയപ്പോഴത്തേനും കുളിച്ച് എല്ലാം റെഡിയായിട്ട് വന്നു. ഇൻസ്പെക്ഷനൊക്കെ കഴിയാനായി. നമ്മളപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ തിരിച്ചെടുക്കാനാണ് കുറച്ച് പാട് വരുന്നത്. ഇനി ഇവിടെ വണ്ടിയൊക്കെയാണ്, നമ്മുടെ ഇപ്പുറത്തും വണ്ടിയുണ്ട്. അങ്ങോട്ട് അധികം എടുക്കാനും സ്ഥലമില്ല. കുറച്ച് കുക്ക് ചെയ്തെടുക്കേണ്ടി വരും. നമ്മൾ ഷാർപ്പായിട്ട് ടേൺ ചെയ്തെടുക്കേണ്ടി വരുമായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഇൻസ്പെക്ഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് വിടാം.
നമ്മൾ ബോർഡറിലെത്തി. അപ്പം ബോർഡറിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇന്നിവിടെ US ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അതുകൊണ്ട് US ഫുള്ള് പബ്ലിക് ഹോളിഡേ ആണ്. അതുകൊണ്ട് ഇന്ന് കാനഡയ്ക്ക് ഭയങ്കര തിരക്കാണ്. ഇന്ന് പതിവില്ലാണ്ട് സാധാരണ ട്രക്കിൻ്റെ ഭാഗത്തായിരുന്നു തിരക്ക് വരുന്നത്. ഇന്ന് പക്ഷേ പതിവില്ലാണ്ട് പാലത്തിൻ്റെ ഇങ്ങേയറ്റം തൊട്ടേ തിരക്കാണ്. അത് 2 ലൈനിൽ കാറ് ഫുള്ളാണ് ഇരിക്കുന്നത്. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്നത്തെ ഓട്ടം എല്ലാം കഴിഞ്ഞു. നമ്മൾ ബോർഡറിൽ വന്നു കഴിഞ്ഞപ്പം നേരത്തെ കണ്ട പോലെ നല്ല തിരക്കായിരുന്നു. അപ്പം അത് ആ കാറിൻ്റെ തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ. പാലം ക്രോസ് ചെയ്ത് താഴെ വന്നു കഴിഞ്ഞപ്പോൾ വലിയ തിരക്കില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ക്രോസ് ചെയ്തിങ്ങ് വന്നു. എന്നിട്ട് നമ്മൾ യാടി വന്നു, ട്രെയിലർ ഡ്രോപ്പ് ചെയ്തു. അപ്പം നമ്മൾ പേപ്പർ വർക്കൊക്കെ സബ്മിറ്റ് ചെയ്തു. നമ്മുടെ ട്രിപ്പ് ഷീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെച്ചു. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇനിയിപ്പോൾ വണ്ടി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് വീട്ടിൽ പോവാം. അപ്പോൾ നമ്മൾ അവൈലബിലിറ്റി കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ സൺഡേ രാവിലെ 6 മണിക്കാണ് അവൈലബിലിറ്റി കൊടുത്തിരിക്കുന്നത്. അപ്പം അവർ നാളെ ഒരു ഉച്ചയ്ക്ക് മുമ്പ് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സൺഡേത്തെ ട്രിപ്പ് ഏതാണെന്ന് നോക്കിയിട്ട് പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ അവസാനം വരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ നല്ല നല്ല കമൻറ്റുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇടുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം അയച്ചു കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. സ്റ്റേ ട്യൂൺ ഫോർ കണ്ണൂർ ട്രക്കർ കാനഡ.